മണവാട്ടി അവളുടെ എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ചാടിക്കയറി ജോയിൻ ചെയ്തതാണ് കേട്ടോ ഒപ്പനയ്ക്ക്. പക്ഷേ എങ്കിൽ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് മുഖത്ത് നിറച്ച് കുരുവും വന്ന് കയ്യിലിരുന്ന് കാശും പോയി എന്നുള്ളതാണ്. നമ്മൾ പഞ്ചായത്തിൽ നിന്നാണ് പ്രോഗ്രാമിന് കൊണ്ടുപോയത്. അപ്പോൾ നമ്മളുടെ ചിലവും കാര്യങ്ങളും എല്ലാതും അവരെടുക്കുന്നതാണ് കരുതിയത്. പക്ഷേങ്കിൽ എല്ലാവരും അവരവരുടെ കയ്യിൽ നിന്ന് കാശ് എടുത്തിട്ടാണ് ഈ ഡ്രസ്സിനും ഓർണമെൻറ്റ്സിനും എല്ലാത്തിനും പൈസ കൊടുത്തേക്കുന്നത്. കൂടാതെ വണ്ടിക്കാശ് അതും പറയണമല്ലോ, അതും അയക്കണു 1500-ൻ്റെ മേളിൽ. ഈ കാണുന്ന പുട്ടിയൊക്കെ അടിച്ചിട്ട് എൻ്റെ മുഖത്ത് നിറച്ച് കുരു വന്നു. സാധാരണ മോഹിനിയാട്ടത്തിനും കുച്ചിപ്പുടിക്കൊക്കെ ഞാൻ മേക്കപ്പ് ഇടുന്ന ടൈമിൽ എനിക്കിതുവരെ അങ്ങനെ കുരുവൊന്നും വന്നിട്ടില്ല. പക്ഷേങ്കിൽ ഇതിപ്പോൾ അടുപ്പിച്ച് 2 പ്രാവശ്യം ഉണ്ടായിരുന്നു നമുക്ക് പ്രോഗ്രാം. അങ്ങനെ വന്നപ്പോൾ നിറച്ച് മുഖത്ത് കുരു വന്നിട്ട് സ്കിന്നിൻ്റെ ഡോക്ടറിനെ കാണാനായിട്ട് എക്സ്ട്രാ പൈസയും കൂടെ. പക്ഷെ എന്നിരുന്നാലും എന്താ എനിക്കൊരു ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ ഇട്ടുന്ന റെഡി ആയപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട്. കാരണം ഞാൻ ഇത് കണ്ടിട്ടാണ് ഇതിലേക്ക് വന്നത് തന്നെ കേട്ടോ. ഞാനങ്ങനെ ഒപ്പന എന്ന് പറഞ്ഞൊരു സംഭവം പുറമേ നിന്ന് നോക്കി കണ്ടിട്ടേ ഉള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര രസമല്ലോ. അപ്പോൾ അതെന്താണ് ആ ഒരു സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൽ ജോയിൻ ചെയ്തിട്ട്. എന്തായാലും ഫൈനൽ റിസൾട്ട് അടിപൊളിയാണ്, നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ പ്രാക്ടീസൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേങ്കിൽ നമ്മൾ സ്റ്റേജിൽ കയറിയപ്പോൾ അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ ഈ ഒപ്പന ഉള്ളത് തന്നെ കുടുംബശ്രീയിലെ അംഗങ്ങൾക്ക് മാത്രമാണ്. അതായത് കുടുംബശ്രീയിലുള്ളവർക്ക് മാത്രമേ ഈ ഒപ്പനയിൽ പങ്കെടുക്കാൻ അനുവാദമുള്ളൂ. പക്ഷേങ്കിൽ നമ്മൾ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ കുട്ടികൾക്ക് കുടുംബശ്രീയിലുണ്ടോ എന്നുള്ളത് തന്നെ സംശയമാണ്. ക്യാഷ് കൊടുത്ത് കുട്ടികളെ ഇറക്കിയ പോലെയാണ് നമുക്ക് തോന്നിയത്. അങ്ങനെയാണ് കേട്ടത് കേട്ടോ. അവർ നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. നല്ല വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള കുട്ടികളാണ്. എന്നിരുന്നാലും നമുക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടി, നമ്മൾ ഹാപ്പിയാണ്. എന്തായാലും മണവാട്ടി ഞാൻ ഗംഭീരമായിരുന്നു എല്ലാവരും പറഞ്ഞു. അത് മതിയല്ലോ.